പുഷ്പാകതന്റെ ഒന്നാം സ്വയംവരം എന്ന സിനിമയുടെ നിർമ്മാതാവ് നടനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നിർമ്മാതാവിനോട് തന്നെ ചോദിക്കാം, ഇദ്ദേഹം നടനും കൂടിയാണ്. എന്താണ് പുഷ്പാകതന്റെ ഒന്നാം സ്വയംവരം? അത് ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് ഈ പുഷ്പാങ്കതൻ്റെ ഒന്നാം സ്വയംവരം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് ഗിരീഷ് പറയുമെന്ന് തോന്നുന്നു. ഗിരീഷ് ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രമാണ്. അപ്പം ഗിരീഷിന് പറഞ്ഞാൽ കൊള്ളാം. മുഖ്യ കഥാപാത്രം ഞാനല്ല, മുഖ്യ കഥാപാത്രം ഉണ്ണിയേട്ടനാണ്. പിന്നെ സാറ് പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള ജോസാർ അതിലൊരു ത്രൂ ഔട്ട് ഒരു ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല നല്ല കലാകാരന്മാർ നമ്മുടെ ടെലിവിഷനിലൊക്കെ പരിചയമായിട്ടുള്ള രമേഷ് കാപ്പാടിനെ പോലത്തെ, സുരേഷ് പോലത്തെ അല്ലേ? അതെ, തീർച്ചയായും കൂട്ടായ്മയുടെ സിനിമയാണ്. നമ്മളൊക്കെ ഒരു വന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഉണ്ണിയേട്ടനാണ് അതിൽ ത്രൂ ഔട്ട്, സാറ് അതിൽ ത്രൂ ഔട്ടാണ്. അതായത് കുടുംബത്തോടൊപ്പം നമുക്ക് ധൈര്യമായി തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ പടം, ഫാമിലി എന്റർടൈൻമെന്റ്. ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു പേരിടാൻ കാരണം എന്താണ്? ഞാൻ ചോദിച്ചു, ഇതിന്റെ ഒരു ഇൻവിറ്റേഷൻ പോലെയൊക്കെ ഇറങ്ങിയിരുന്നല്ലോ ഒരു കല്യാണം. ഇത് ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണ് കിട്ടാത്ത നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണോ? എന്താണ് ഇതിന്റെ ഒരു കഥ? പെണ്ണ് കിട്ടായ്മ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു 46-47 വയസ്സായിട്ട് അദ്ദേഹം വിവാഹിതനായിട്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. അതിനൊരു ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിവാഹാലോചനകൾ നോക്കുന്നു, ആ കല്യാണം നിശ്ചയിക്കുന്നു. പക്ഷെ തലേന്നാൾ അത് മുടങ്ങിപ്പോകുന്നു. ആ മുടങ്ങിയതിന്റെ പിന്നിലും വേറൊരു കാരണമുണ്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്താ ഇതിങ്ങനെ ടിസ്റ്റ് എന്നുള്ള ആൾക്കാരൊന്നും ചോദിക്കും. അങ്ങനെ ടിസ്റ്റുകൾ ഉണ്ട്, രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. നമുക്ക് ഈ കുടുംബ പശ്ചാത്തലം, അതേപോലെ തന്നെ വയനാടിന്റെ ആ ഭംഗി, ഇതൊക്കെ ഒത്തു വന്നിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണ് പുഷ്പാങ്കതന്റെ ഒന്നാം സ്വയംവരം. തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും.